കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ നമ്മൾ ക്യാരറ്റും ക്യാബേജും ബീൻസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തോരൻ വെക്കാറുണ്ട്. പക്ഷെ ഇത് മൂന്നും കൂടെ ചേർത്തുള്ള ഒരു മിക്സ് തോരനാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇത് മൂന്നും ഓരോ കപ്പ് വീതം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വറക്കാൻ കറിവേപ്പിലയും വറ്റൽമുളകും, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഇടാം. ഈ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് ഇതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി അങ്ങ് വഴറ്റൊന്നും വേണ്ട. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്. തേങ്ങ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് കൂടുതൽ തേങ്ങ വേണം തോരന്, അപ്പം അങ്ങനെയുള്ളവർ കൂടുതലിട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ചേ ചേർക്കാവൂ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ശകലം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാം. ഇപ്പോൾ തോരനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീയിൽ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം തുറന്നൊന്ന് ഇളക്കിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, ഒരു ക്രഞ്ചിനെസ് വേണം. ഈ ഉപ്പൊക്കെ മതിയോ നോക്കണം. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ബീൻസും കൂടെയുള്ള നമ്മുടെ മിക്സ് വെജിറ്റബിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കുകയും വേണം. മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.